ഒരു സ്ഥലത്ത് മോഹൻലാൽ വലിയ കൈയടി നേടുന്നുണ്ട്. ഒരു ഗംഭീര ഡയലോഗ് പറഞ്ഞ് എതിർഭാഗം വക്കീലിനെ ഇരുത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് കൈയടിച്ച് ആസ്വദിക്കാൻ പറ്റിയ സീൻ. പിന്നെ ക്ലൈമാക്സ് പോർഷൻ, ക്ലൈമാക്സിൽ ഏറ്റവും അവസാനം ഇങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അങ്ങൊരു സീൻ ആ ചിത്രത്തിലുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ട സംഭവം തന്നെയാണ്. അതിൻ്റെ കൂടെ ചിത്രത്തിൽ ഒരു പാട്ട് വന്നല്ലോ, അടുത്തിടെ ഒരു പുറത്തിറങ്ങിയ ഒരു പാട്ട്, ഒരു ഗംഭീര പാട്ട്, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ ഗംഭീരമായിരുന്നു. പ്രഡിക്റ്റബിൾ ആണ്, ക്ലൈമാക്സ് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, എന്നാലും ഇമോഷണലി കണക്റ്റ് ആക്കുന്ന ഗംഭീര ഗൂസ് ബമ്പ് തരുന്ന ഒരു സംഭവം ക്ലൈമാക്സിലുമുണ്ട്. അതിൻ്റെ ചിത്രത്തിൻ്റെ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. മോഹൻലാലിനേക്കാളും ഗംഭീരമാക്കിയത് അനശ്വര രാജനാണെന്ന് എടുത്തു പറയേണ്ടി വരും. അനശ്വര രാജൻ്റെ ഒരു ഗംഭീര പ്രകടനം ചിത്രത്തിലുണ്ട്. എല്ലാ താരങ്ങൾക്കും അതിൻ്റേതായ സ്പേസ് ഉണ്ട്, മോഹൻലാലിനും ഉണ്ട് സ്പേസ്. പക്ഷേ ഒരു മോഹൻലാൽ ചിത്രമാണോ നമ്മൾ പലപ്പോഴും മറന്നുപോകും. മോഹൻലാൽ അതിൽ ഒരു ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു, ഒരു വിജയമോഹൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റായി മാറി. പല സീനുകളും നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും